11 പേർ ഇതിനോടകം കൊല്ലപ്പെട്ട 3000-ലേറെ പേർക്ക് പരുക്കേറ്റ ഇതിൽ 200-ലേറെ പേരുടെ നില ഗുരുതരമായി തുടരുന്ന പേജർ സ്ഫോടനം ഞെട്ടിച്ചത് ലെബനനെ മാത്രമല്ല, ലോകത്തെ ആകെയാണ്. എങ്ങനെയാണ് ഇത്രയധികം സ്ഥലങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടന്നു? പൊട്ടിത്തെറിച്ചത് എല്ലാം ഒരേ മോഡലുകളാണോ? ഹിസ്ബുള്ളക്ക് തായ്വാൻ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പേജറുകളിൽ ആരാണ് ഇടപെടൽ നടത്തിയത്? ലിഥിയം ബാറ്ററികളില്ലാത്ത മറ്റ് സ്ഫോടക വസ്തുക്കൾ പേജറിൽ ഉണ്ടായിരുന്നു. ഹാക്കിംഗ് വഴിയാണോ അറ്റാക്ക് നടന്നത്? എത്ര കാലം ഹിസ്ബുള്ളയുടെ വാർത്താ വിനിമയ ഡിവൈസിൽ ഇസ്രായേൽ ഒളിച്ചിരുന്നു? ഹിസ്ബുള്ളയുടെ തന്ത്രം മുഴുവൻ ചോർത്തിയോ? സൈബർ വാറിൻ്റെ പുതിയ മുഖം തുറന്ന് ഇസ്രായേൽ നടത്തുന്ന അറ്റാക്ക് ലോകത്തെ ഈ AI യുഗത്തിൽ എവിടെ എത്തിക്കും എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഈ ആക്രമണം എങ്ങനെ ഇസ്രായേൽ നടപ്പിലാക്കിയതിനെക്കുറിച്ച് വിവരം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും എല്ലാത്തിനും ഉത്തരം ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ചില വസ്തുതകളും വിവരങ്ങളും നാം അറിഞ്ഞിരിക്കണം. എന്താണ് പേജർ? എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഒരു പേജർ ബീപ്പർ എന്നും അറിയപ്പെടുന്നു. ഇത് മെസ്സേജുകൾ സ്വീകരിക്കുന്നതിനും ചില സന്ദർഭങ്ങളിൽ ഹ്രസ്വ സന്ദേശങ്ങളോ അലർട്ടുകളോ അയക്കുന്നതിനും രൂപകൽപ്പന ചെയ്ത ഒരു ഇലക്ട്രോണിക് പോർട്ടബിൾ ഉപകരണമാണിത്. ഉപകരണത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനം സന്ദേശങ്ങൾ അയക്കുക, സ്വീകരിക്കുക എന്നതാണ്. മിക്ക പേജർമാർക്കും റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് സന്ദേശങ്ങൾ ലഭിക്കുന്നത്. ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നോ സെൻട്രൽ ഡിസ്പാച്ചിൽ നിന്നോ ആണ് ഈ സന്ദേശങ്ങൾ നമ്പറോ ടെക്സ്റ്റോ ആയി കൈമാറുന്നത്. ഉപകരണം പിന്നീട് ഉപഭോക്താവിനെ അറിയിക്കുന്നതിനുള്ള സന്ദേശം പ്രദർശിപ്പിക്കുന്നു. ഒരു സന്ദേശം അയക്കാൻ 2-വേ പേജറുകളാണ് ഉപയോഗിക്കുന്നത്. അവ സാധാരണമല്ല. ഇതുപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും. ചെറിയ ടെക്സ്റ്റുകളായി മെസ്സേജുകൾ കൈമാറാനാകും. ഒരു ഇൻകമിംഗ് സന്ദേശത്തെക്കുറിച്ച് ഉപഭോക്താവിനെ അറിയിക്കുന്നതിന് പേജറുകൾ നോട്ടിഫിക്കേഷൻ സൗണ്ട് പുറത്തുവിടാറുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ പോലെ പലപ്പോഴും ഒരു ടോണോ അല്ലെങ്കിൽ ബീപ്പ് ശബ്ദമോ അല്ലെങ്കിൽ വൈബ്രേഷനോ വഴിയാണ് നോട്ടിഫിക്കേഷൻ അറിയുക. ലോകമാകെ പേജർ ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1960കളിലാണ് ഈ വയർലെസ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. വാക്കി ടോക്കിയുടെ പരിണാമ രൂപമാണിത്. ഇത് വ്യാപകമായത് 1990കളുടെ അവസാനത്തിലും 2000ൻ്റെ തുടക്കത്തിലുമാണ്. അതായത് മൊബൈലിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അടിയന്തരവും വിശ്വസനീയവുമായ ആശയവിനിമയം ആവശ്യമുള്ള മേഖലകളിൽ കൈമാറുന്ന പേജറുകൾ ഏറെ ജനപ്രിയമായിരുന്നു. മൊബൈൽ വ്യാപകമായതിനു ശേഷവും ആരോഗ്യ സുരക്ഷാ മേഖലകളിൽ പേജറുകൾ ഉപയോഗിക്കാറുണ്ട്. വിവിധ തരത്തിലുള്ള പേജറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ മാത്രം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന പേജറുകളാണ് ന്യൂമറിക് പേജറുകൾ. ഒരു നിർദ്ദിഷ്ട ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നതിനോ ഒരു പേജറിനോട് പ്രതികരിക്കുന്നതിനോ സ്വീകർത്താവിനെ അറിയിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന നമ്പറുകൾ മാത്രമുള്ളതാണ് സംഖ്യാ പേജറുകൾ അഥവാ ന്യൂമറിക് പേജറുകൾ. ഇവ ഏറ്റവും ലളിതവും അടിസ്ഥാനപരവുമായ പേജറാണ്. ആൽഫ ന്യൂമറിക് പേജറുകൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും പ്രദർശിപ്പിക്കാൻ കഴിയും. ഇത് ഹ്രസ്വ വാചക ആശയങ്ങൾ ഉൾപ്പെടെ കൂടുതൽ വിശദമായ സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കുന്നതാണ്. അടിയന്തര അലേർട്ടുകൾക്കും വിവരങ്ങൾക്കുമായി പ്രത്യേകിച്ച് ഉടനടി ആശയവിനിമയം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കേസ് പേജറുകൾ. കൂടുതൽ സങ്കീർണമായ സന്ദേശങ്ങൾ ആവശ്യങ്ങൾക്ക് ഇവ അനുയോജ്യമാണ്. ഒരു ഫോൺ നമ്പറിനപ്പുറം കൂടുതൽ വിവരങ്ങൾ ഇത് കൈമാറുന്നു. എന്തുകൊണ്ടാണ് പേജർ ഉപയോഗിക്കുന്നത്? ആദ്യകാല മൊബൈൽ ഫോണുകളെ അപേക്ഷിച്ച് പേജറുകൾക്ക് സാധാരണയായി വലിയ കവറേജ് ഏരിയയുണ്ട്. സെല്ലുലാർ സിഗ്നലുകൾ ദുർബലമായേക്കാവുന്ന വിദൂര പ്രദേശങ്ങളിൽ പോലും പേജറുകൾ പ്രവർത്തിക്കും. ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും സാങ്കേതിക പ്രശ്നങ്ങൾക്ക് സാധ്യത കുറവുള്ളതുമായ ഏറ്റവും കുറഞ്ഞ സവിശേഷതകളുള്ള ലളിതമായ ഇലക്ട്രോണിക് ഉപകരണമാണ് പേജറുകൾ. പേജറുകളുടെ ഉപയോഗത്തിൽ കുറവുണ്ടായതിൻ്റെ കാരണം എന്താണ്? മൊബൈൽ ഫോണുകളുടെ വളർച്ചയും അവയിലെ വിപുലമായ ഫീച്ചറുകളും കാലക്രമേണ പേജറുകളുടെ ഉപയോഗം ഗണ്യമായി കുറച്ചു. വോയിസ് കോളുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ഇൻ്റർനെറ്റ് ആക്സസ് എന്നിവ ഉൾപ്പെടെയുള്ള കൂടുതൽ വിപുലമായ ആശയവിനിമയ ഓപ്ഷനുകളുമായി മൊബൈൽ ഫോണുകൾ ജനകീയമായതോടെ പേജറുകൾക്ക് അന്ത്യമായി എന്ന് പറയാം. അതേസമയം തന്നെ മൊബൈൽ ഫോണിനേക്കാൾ ഒരുപാട് ഫീച്ചറുകളും ഉപയോഗവും കുറവുണ്ടായിട്ടും സുരക്ഷിതത്വം, ദൈർഘ്യമേറിയ ബാറ്ററി ലൈഫ്, മോശം സെല്ലുലാർ കവറേജുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നിവ കാരണം സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, അടിയന്തര സേവനങ്ങൾ തുടങ്ങിയ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് പേജറുകൾ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട്. എങ്ങനെയാണ് പേജറുകൾ സാങ്കേതികമായി പ്രവർത്തിക്കുന്നത്? പേജറുകൾ പ്രത്യേക റേഡിയോ ഫ്രീക്വൻസികളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ആവൃത്തികളിലൂടെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത്. ഒരു പേജറിൻ്റെ ശ്രേണി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡിൻ്റെയും പേജ് നെറ്റ്വർക്കിൻ്റെയും കവറേജ് ഏരിയയും ആശ്രയിച്ചിരിക്കുന്നു. മൊബൈൽ ഫോണുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പേജറുകൾക്ക് പൊതുവെ
ദൈർഘ്യമേറിയ ബാറ്ററി ലൈഫുണ്ട്. പലപ്പോഴും ഒറ്റ ചാർജിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഈ ദീർഘായുസ് ചില പ്രൊഫഷണൽ ക്രമീകരണങ്ങളിൽ അവ ഉപയോഗപ്രദമായി തുടരുന്നതിനുള്ള ഒരു കാരണമാണ്. ഹിസ്ബുള്ളയെ പോലുള്ള കമാൻഡേഴ്സ് ഇത് ഉപയോഗിക്കാൻ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടല്ല പ്രവർത്തനമെന്നതിനാൽ ആധുനിക ഫോണുകളിലെ പോലെ ചാരപ്പേടിയും സൈബർ ആക്രമണവും ഇല്ലാതെ പഴയ ഉപകരണമായ പേജർ ഉപയോഗിക്കാൻ കഴിയും. ഹിസ്ബുള്ള ഇത് ഉപയോഗിക്കാൻ മറ്റൊരു കാരണം ഇതായിരുന്നു. ഒരു സുരക്ഷിത ആശയവിനിമയ രീതിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് നിരവധി പരിമിതികളുണ്ടായിട്ടും ഹിസ്ബുള്ള ഇത് ഉപയോഗിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. ലെബനിൽ എങ്ങനെയാണ് പേജർ പൊട്ടിത്തെറിച്ചത്? ഇത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സൈബർ ആക്രമണത്തിനിടയാക്കാവുന്നത് കൊണ്ട് ഹിസ്ബുള്ള കമാൻഡർമാരോട് സെൽഫോണുകൾ ഒഴിവാക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയ കാര്യം വാർത്തകളായി പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ 6 മാസം മുമ്പ് തായ്വാൻ നിർമ്മിതമായ ഗോൾഡൻ അപ്പോളോ എന്ന കമ്പനികളുടെ പേജറുകൾ ഹിസ്ബുള്ള വാങ്ങിയിരുന്നു. ഇതാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പഠനങ്ങളും മറ്റും വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഈ സംഭവത്തിന് പിന്നിലെ ശത്രു ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ ലിഥിയം ബാറ്ററികൾ ഘടിപ്പിച്ചിരുന്നുവെന്നും അവയാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. അമിതമായി ചൂടാകാനുള്ള കഴിവിന് പേര് കേട്ടതാണ് ലിഥിയം ബാറ്ററികൾ. ഇവക്ക് പുക ഉൽപ്പാദിപ്പിക്കാനും സ്വയം ഉരുകാനും തീപിടിക്കാനും കഴിയും. സെൽഫോണുകൾ, ലാപ്ടോപ്പുകൾ, വൈദ്യുതി വാഹനങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഇലക്ട്രോണിക്കുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ബാറ്ററികൾക്ക് 1100 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 590 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ കത്താനാകും. അല്ലെങ്കിൽ കൃത്യമായി പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ആരോ നിറച്ചിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. എങ്ങനെയാണ് ഹിസ്ബുള്ളയെ അറിയാതെ അവർ ഉപയോഗിക്കുന്ന പേജറുകളിൽ സ്ഫോടക വസ്തു നിറക്കുന്നത്? ഇതിൽ ഇസ്രായേലിനെ സംശയിക്കണോ? ഒരു പഴയ സംഭവം പറയാം. ഹമാസിന് വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹിയ അയ്യാഷ് 1996 ജനുവരി 5 കൊല്ലപ്പെടുന്നു. തൻ്റെ ഫോണിലേക്ക് വന്ന പിതാവിൻ്റെ ഒരു കോൾ എടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് യഹിയ അയ്യാഷ് നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ നടന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു അന്ന് ഉണ്ടായത്. 100ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെടാൻ കാരണക്കാരനായെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അയ്യാഷ്. ഇതിന് പ്രതികാരമായി ഇസ്രായേലി സെക്യൂരിറ്റി ഏജൻസികൾ അയ്യാഷ് പോലും അറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയായിരുന്നു. സമാനമായ രീതിയിലാണ് ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ലെബനനെയും സിറിയയിലെ ചില ഭാഗങ്ങളിലെയും 100 കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഇസ്രായേൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും സമാനമായ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ സംശയം ഇസ്രായേലിൻ്റെ മുകളിൽ തന്നെയാണ്. കാര്യമെന്തായാലും ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ള പറയുന്നു. ഈ ആക്രമണത്തിന് ഇസ്രായേലിന് തക്ക ശിക്ഷ നൽകണമെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുദ്ധവും ആക്രമണവും മറ്റൊരു തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ വരെ ഒരു സ്ഫോടക വസ്തു ആണോ എന്ന് ഭയക്കേണ്ട കാലത്തിലേക്കുള്ള ആദ്യ ചുവട് കൂടിയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇതിനുള്ള ഹിസ്ബുള്ളയുടെ തിരിച്ചടി എന്തായിരിക്കുമെന്നാണ് ഇനി അറിയാൻ ഉള്ളത്. Waytonikah.com, the exclusive Muslim matrimonial site.